അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 ഏക്കർ 20 സെൻറ്റ് സ്ഥലം, നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല സുന്ദരമായിട്ടൊരു അടിപൊളി സ്ഥലം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇതിൽ 3 ഐറ്റമാണ് ഉള്ളത്. അടിഭാഗത്ത് കവുങ്ങ്, ഈ സെൻട്രൽ ഏരിയയിൽ തെങ്ങ് വെച്ചിട്ടുണ്ട്, മുകൾ ഭാഗത്ത് റബ്ബർ, ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ അത് വേറെയുണ്ട്. നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. നല്ലതായിട്ട് നോട്ടൊക്കെയുള്ള നല്ലൊരു തോട്ടാണ്. ചെറിയ സ്ലോപ്പായിട്ടാണ് സ്ഥലത്തിൻ്റെ ഘടന. അതുണ്ട്, ചെറിയ തട്ടുകളായിട്ടാണ് സ്ഥലത്തിൻ്റെ ഘടന. യഥേഷ്ടം വെള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തോടെ ഇങ്ങനെ വലിയൊരു തോട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നത്, ആ ഷേപ്പിൽ ഒരു തോട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇതുണ്ട്, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, റബ്ബർ, അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട്. ഏകദേശം 500ഓളം റബ്ബർ മരമുണ്ട്. 105 ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഏകദേശം 10ാം വർഷം വെട്ടുന്ന 500ഓളം റബ്ബർ മരങ്ങളുണ്ട്. അതുപോലെ തന്നെ 200ഓളം നല്ല തെങ്ങുണ്ട്. ഏകദേശം നല്ല കായ്ഫലമുള്ള അടിപൊളിയായിട്ടുള്ള നല്ല തെങ്ങുകൾ ഏകദേശം 200 ഉണ്ട്. അതുകൂടാണ്ട് നിരവധി കവുങ്ങുകളുണ്ട്. മൂന്ന് സെക്ഷനായിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. മിക്സഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ളത്. 3 സെക്ഷനായിട്ട്, അടിഭാഗത്ത് കവുങ്ങ്, സെൻട്രലിൽ തെങ്ങ്, മുകൾ ഭാഗത്തായിട്ട് റബ്ബർ, അങ്ങനെയാണിത് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടാകും ഒരുപാട് തൈകളൊക്കെ വേറെയും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കൃഷിയോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ, നല്ല യഥേഷ്ടം വെള്ളമൊക്കെ ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഫാമിങ് തുടങ്ങാം. നമ്മൾ എന്തെങ്കിലും പശുക്കളെ വളർത്തൽ, എന്തെങ്കിലും ആടുകളെ വളർത്തൽ, അതിനൊക്കെ നല്ല അടിപൊളിയാണ്. ഇനി ഇടവിളകളായിട്ട് ഇതിലെന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെയും വെച്ച് പിടിപ്പിക്കുക. നല്ല ഫലഭൂഷ്ടിയുള്ള നല്ല മണ്ണാണ്. ഇനി അതുപോലെ തന്നെ ഒരുപാട് കമ്പനികൾക്ക് ആളുകൾ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഈ പ്ലൈവുഡ് കമ്പനി, അതുപോലെ തന്നെ വാട്ടർ, കുടിവെള്ളത്തിൻ്റെ മിനറൽ വാട്ടറിൻ്റെ അതൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ യഥേഷ്ടം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് കമ്പനികൾക്ക്. ഇനി നമ്മൾക്കത് വാങ്ങിച്ചിട്ട് ഭാവിയിൽ നമ്മൾക്കതൊക്കെ ഇങ്ങനെ 10 സെൻറ്റ് 20 സെൻറ്റൊക്കെ ആയിട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റും. നല്ല സ്ഥലമാണ്. കുറച്ചപ്പുറത്തൊക്കെ ആയിട്ട് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ തോട്. ഇതിൻ്റെ ഒരു അരൂകട പോലെയുള്ള രീതിയിലുള്ള ഈ തോട് ഇങ്ങനെ ചുറ്റി വരികയാണ്. ഇതിൻ്റെ ഏകദേശം 200 മീറ്റർ അപ്പുറത്തൂടെയാണ് നമ്മളെ ഗ്രീൻഫീൽഡ് ഹൈവേ, അതായത് പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ സർവേ നടന്നിട്ട് അതിലെയാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല അടിപൊളി സ്ഥലമായി. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു സൂപ്പർ തോട്ടാണ്. ഇനി ഇതിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിലേക്കുള്ള വഴി. കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ്. അതായത് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ. 6 മീറ്റർ വീതി വരുന്നുണ്ട്. ഈ വഴി ഇങ്ങനെ നേരെ ആ തോടിൻ്റെ അവിടെ പോയിട്ട് തോടിന് എൻഡാണ്, തോടിൻ്റെ അവിടെ അവസാനിക്കുകയാണ്. അതായത് ഇനി ഭാവിയിൽ തോടിന് പാലം വരുന്നതോടുകൂടി ഇവിടെ നല്ല ക്ലിയർ ആവും. അപ്പോൾ കുറച്ച് ഭാഗം ഇതിൽ കയറ്റിറക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ഭാഗം മണ്ണ് എടുത്തുകൊണ്ട് കുറച്ച് ലെവലാക്കാനുണ്ട് റോഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ടാറിങ് ചെയ്യാണ്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ വർക്കുകളൊക്കെ ഇവിടെ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറച്ച് ഭാഗം ചെറിയൊരു പൊങ്ങലും താഴ്ചയിലുമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഘടന. അപ്പോൾ അതൊക്കെ ലെവലാക്കിയാണ്ട് റോഡ് നല്ല അടിപൊളിയായിട്ട് പാലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ ആ ഭാഗത്തുകൂടെ കൂടെ ഉഷാറായിട്ട് വരും. അപ്പോൾ ടോട്ടലി 4 ഏക്കർ 20 സെൻറ്റ് നല്ല അടിപൊളി സ്ഥലം. ഫ്രണ്ടേജ് 6 മീറ്റർ, ഇതുപോലുള്ള അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് കൊടശ്ശേരി എന്ന് പറയുന്ന സ്ഥലം. ഈ കൊടശ്ശേരി അങ്ങാടിയിൽ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുതിരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. മുതിരിക്കുന്ന്. അപ്പോൾ സ്ഥലമൊക്കെ നമ്മളെ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും നമ്മൾ പോയിട്ട് കാണിച്ചു തരും. അപ്പോൾ നല്ല വരുമാനം ഉണ്ട്. ഇതുണ്ടോ, മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് റബ്ബർ പ്ലാന്റേഷൻ. ഇവിടെ 500ഓളം 105 ഇനത്തിൽപ്പെട്ടിട്ടുള്ള റബ്ബറുകൾ ഉണ്ട്. പൈനാപ്പിൾ, ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ 3 സെക്ഷനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കണ്ടിട്ടുള്ള നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. എൻ്റെ പേര് സൈഫുമാണ്. അപ്പോൾ മുതിരിക്കുന്ന് പാണ്ടിക്കാട് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കൊടശ്ശേരി അങ്ങാടിയിൽ നിന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുതിരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം. മുതലാളി ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റ് സ്ഥലത്തിന് 70,000 രൂപയാണ്. ഒരു റീസണബിൾ റേറ്റ് കേട്ടോ. കാരണം ഇത്രയും നല്ല വരുമാനമുണ്ട്, നല്ല യഥേഷ്ടം വഴി സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലം തന്നെയാണ്. വലിയൊരു ദൂരമൊന്നുമില്ല. പാണ്ടിക്കാട്ടങ്ങാടിക്ക് ആകെ ഒരു 6 കിലോമീറ്റർ മാക്സിമം വരുന്നുള്ളൂ.
70,000 രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില. ടോട്ടൽ 4 ഏക്കർ 20 സെന്റ് മുറിച്ചു കൊടുക്കൂല. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി ഇതിൽ വേറൊരു സംഭവം ഒളിഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ല വെട്ടുപാറയുണ്ട്, നല്ല ചെങ്കൽ പാറയുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ തോടിൻ്റെ കുറച്ച് ആ ഭാഗത്തായിട്ട് ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു കെട്ടുണ്ട്, നല്ലൊരു അണക്കെട്ട് പോലുള്ള നല്ലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.